ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ട്രിവ്യൂ എന്ന് പറഞ്ഞൊരു ടി വിയാണ്. ട്രിവ്യൂ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. 43 ഇഞ്ചാണ്. ഇടിവെട്ടിപ്പോയതെന്നൊക്കെ കസ്റ്റമർ പറയുന്നത് ഡെഡാണ്, സാധനം ഓണാകുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു സർവീസാണ് നമ്മൾ നോക്കുന്നത്. TREE കേട്ടിട്ടുണ്ടോ? അധികം കേട്ടിട്ടില്ല ഞാനും, അതുകൊണ്ടാണ് പറഞ്ഞ. അപ്പോൾ ടി വി നമുക്ക് അഴിക്കാം. ഇതൊക്കെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ടി വി കടകളൊക്കെ ഉണ്ടായാലും ഓൺലൈനിൽ അതിൻ്റെ ഓഫർ കിട്ടുമെന്ന് പറഞ്ഞ് കേട്ടിട്ടും കണ്ടിട്ടും ഇല്ലാത്ത സെറ്റുകൾ പോയി ഓരോരുത്തരും മേടിക്കും. എന്നിട്ട് ഇത് നന്നാക്കാനായിട്ട് നമ്മുടെ അടുത്തോട്ടും വരും. എന്നാ ചെയ്യാനാ? സ്പെയറും കിട്ടിയാലും ഒരു റിമോട്ട് പോലും ഇതിൻ്റെ ഒന്നും കിട്ടത്തില്ല. ഓരോ ആൾക്കാർ ഓരോ പേര് വിട്ട് ഓരോ സാധനം ഇറക്കി ഓഫറാന്ന് പറഞ്ഞ് MRP എഴുതി കൂട്ടിയേ വെക്കും. ഇത് കണ്ടിട്ട് ഈ പുതിയ തലമുറയ്ക്ക് ഇത്രയും വിവരമില്ലാതെ ഇതെല്ലാം മേടിച്ച് കൂട്ടും. അവസാനം കേടായി കഴിയുമ്പോൾ പൈസ വെറുതെ പോവും. അങ്ങനെയുള്ളൊരു മുതലാണ് ഈ ട്രിവ്യൂ. കാരണം ഒന്ന് അഴിച്ച് നോക്കാൻ രക്ഷപ്പെടുമോന്ന്. ഇത് 2-3 പ്രാവശ്യം കണ്ട് ഇപ്പം തന്നെ 2 കൊല്ലത്തിനുള്ളിൽ കേടായിട്ടുണ്ട്.
ഇത് ഈശോ നമ്മളോടാ പറയുന്നത്. ഇവിടെ നിൽക്കുന്ന സങ്കടമുള്ള പ്രയാസമുള്ള ഓരോരുത്തരോടും ദൈവം പറയുന്ന ഒരു കാര്യമാണ്. ഒരു സങ്കടം കേൾക്കുമ്പോൾ മുറിയിൽ കയറി കതകടച്ച് കരയാനല്ല ദൈവം പറഞ്ഞത്. നിരാശപ്പെട്ട് മരിച്ചേക്കാം, ഇനി ജീവിച്ചിരുന്നിട്ട് എന്നാ കാര്യം എന്ന് ചിന്തിക്കാനല്ല പറയുന്നത്. നീ പ്രാർത്ഥിക്കുക, ആ പ്രശ്നങ്ങളിലേക്ക് നോക്കി ഇങ്ങനെ ആ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ ദൈവത്തിൽ ആശ്രയിക്കുക. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വരും. ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. ദൈവം നമ്മുടെ ജീവിതത്തെ പിടിച്ചുയർത്തും. ഇടിവെട്ടിയതിൻ്റെ പവർ സപ്ലൈ കംപ്ലൈൻ്റ് ആയിട്ടായിരുന്നു. ഇതിന് 2 സപ്ലൈ ആണുള്ളത്. ഒന്ന് മെയിനായിട്ടുള്ളൊരു സപ്ലൈയും മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ലൈറ്റിന് വേണ്ടിയിട്ടുള്ളൊരു സപ്ലൈ. 2 SMPS ട്രാൻസ്ഫോമർ വെച്ച് 2 സപ്ലൈ ആണ് എടുക്കുന്നത്. ആ മോസ്ഫെറ്റ് ഷോർട്ടായിരുന്നു. നമ്മൾ വേറൊരു മോസ്ഫെറ്റ് എടുത്തിട്ട് ഒരു സപ്ലൈ റെഡി ആയിട്ടുണ്ട്. ഒരു സപ്ലൈ റെഡിയായി സെറ്റ് ഓണായി. പക്ഷേ ബാക്ക് ലൈറ്റിൻ്റെ സപ്ലൈയിൽ നമ്മൾ അതിൻ്റെ ഷോർട്ടിങ്ങിലുള്ള സെക്ഷൻ നമ്മൾ മാറിയിട്ടിട്ട് അത്ര അങ്ങ് റെഡി ആയിട്ടില്ല. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊരു വോൾട്ടേജ് കൊടുത്ത് ബാക്ക് ലൈറ്റ് കത്തുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അങ്ങനെ ഓക്കെ ആണെങ്കിൽ നമ്മൾ ബാക്ക് ലൈറ്റിന് വേറൊരു സെപ്പറേറ്റ് ബോർഡ് വെച്ചാൽ മതി. എൻ്റെ പവർ സപ്ലൈ റെഡിയാക്കി എടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം കുറേ ചെറിയ കോമ്പണൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ കരിഞ്ഞതുപോലെയൊക്കെ ഇരിക്കുന്നത്, അത് കുട്ടി ഇടി വെട്ടിയതായതുകൊണ്ട്. അപ്പോൾ നമ്മൾ സെറ്റിൻ്റെ ഫങ്ഷൻ ഓക്കെ ആയിട്ടുണ്ട്. ഇനി ബാക്ക് ലൈറ്റിന് വേറെ ബോർഡ് വെക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇപ്പോൾ സമയം ഒരു 12 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ വർക്ക് തീരുകയില്ല. തൽക്കാലം നമ്മളിവിടെ വെച്ച് ഈ വീഡിയോ നിർത്തുവാണ്. എൻ്റെ ബാക്കി വർക്കുകളും കാര്യങ്ങളും അടുത്ത ഒരു വീഡിയോ ആയിട്ടിടാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വർക്കിംഗ് അല്ലാത്ത സമയങ്ങളിലൊക്കെ വിളിച്ച് ഞാൻ പറഞ്ഞുതരാം, കുഴപ്പമൊന്നുമില്ല. അപ്പം എന്നാണേലും നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതിന് വളരെ നന്ദിയുണ്ട്. അതനുസരിച്ച് നമ്മുടെ ചാനലിൻ്റെ വളർച്ചയുണ്ട്, ഞാൻ കാണുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെ നന്ദി, നമസ്കാരം.